അബുദാബി VPS ബുർജിയിൽ ആശുപത്രിയിൽ കഴിയുന്ന ലോകത്തെ ഏറ്റവും ഭാരം കൂടിയ ഇമാൻ അഹമ്മദിന്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം പ്രകടം. VPS ഹെൽത്ത് കെയർ ചെയർമാനും മലയാളിയുമായ ഡോക്ടർ ഷംസീർ വയലിലിന്റെ പ്രത്യേക മേൽനോട്ടത്തിലാണ് ചികിത്സ. 2.5 വർഷത്തിനിപ്പുറം ഇമാൻ വായിലൂടെ ഭക്ഷണം കഴിക്കുകയും വ്യക്തതയോടെ സംസാരിക്കുകയും ചെയ്യുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ദിവസവും 2 പ്രാവശ്യം ആഹാരം കഴിക്കുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ആവശ്യമായ ചികിത്സ നൽകുന്നത്. ഇപ്പോൾ അരക്കു താഴെ ചലിപ്പിക്കാനും കഴിയുന്നു. 2 വർഷം മുമ്പ് പക്ഷാഘാതം വന്നതിനു ശേഷം ഇതാദ്യമായാണ് നല്ല പുരോഗതി കാണുന്നത്. കൈകളുടെ ശക്തി സാധാരണഗതിയിലാകുന്നതും നല്ല ലക്ഷണമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കിടക്കയിലും വീൽചെയറിലും ഇരിക്കാം. മൂക്കിലെ കുഴലൊഴിവാക്കി പൂർണ്ണമായും ഭക്ഷണം വായിലൂടെ നൽകുക എന്നതാണ് ഡോക്ടർമാരുടെ അടുത്ത ലക്ഷ്യം. ഏറെക്കാലം കിടക്കയിൽ കിടന്നതുകൊണ്ടുള്ള വ്രണം പ്ലാസ്റ്റിക് സർജന്റെ ചികിത്സയുടെ ഫലമായി കുറെയൊക്കെ ഭേദമായി. ചികിത്സയുടെ 2ാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മുംബൈയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇമാൻ അബുദാബിയിലെത്തിയത്. 20 ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് ഇമാനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്നത്. മീഡിയ 1 ദുബായ്.